ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കർത്താവിൻ്റെ ശക്തമായ 10 കൽപ്പനകളിൽ 4-ാമത്തെ കൽപ്പനയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നത്. പ്രഭാഷകൻ 3 മാതാപിതാക്കന്മാരോടുള്ള കടമകൾ. മാതാവിനോടും പിതാവിനോടും മക്കൾക്കുള്ള കടമകളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. പ്രഭാഷകൻ 3:2 മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്നും കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രഭാഷകൻ 3:2 മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. കാരണം മാതാപിതാക്കളെ നമ്മൾ തിരഞ്ഞെടുക്കുകയല്ല, അതുപോലെ അവർ മക്കളെ തിരഞ്ഞെടുക്കുകയുമല്ല. തിരഞ്ഞെടുപ്പ് മുഴുവനും കർത്താവിൻ്റെ കൈകളിലാണ്. അതുകൊണ്ട് അവർക്ക് നേരെയുള്ള ഓരോ വാക്കും സൂക്ഷിച്ചുപയോഗിക്കണം. കാരണം സക്കറിയ 2:8 കണ്ണിൻ്റെ കൃഷ്ണമണി പോലെയാണ് കർത്താവ് നമ്മെ കൊണ്ടു നടക്കുന്നത്. ഓരോ മാതാവും പിതാവും കർത്താവിൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ്. നമ്മളും മക്കളും കർത്താവിൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ്. പ്രഭാഷകൻ 3:4 അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പെറ്റമ്മയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ജീവിതം വലിയ അനുഗ്രഹവും ആത്മീയ സമ്പത്തും നൽകുന്നു എന്നതാണ്. ദൈവത്തിൻ്റെ കാഴ്ചയിൽ അത് വിലമതിക്കാനാവാത്ത നിധി പോലെയാണ്. അമ്മയുടെ അനുഗ്രഹം ഒരു വലിയ കോട്ട പോലെയാണ്. ആർക്കാണ് ആ കോട്ട? സ്വന്തം മക്കൾക്കും മക്കളുടെ ജനറേഷനും ആയിട്ടാണ്. പക്ഷെ നമുക്കിവിടെ കാരണം അമ്മയുടെയും ഒരു പിതാവിനോടൊരു അമ്മയോടും ചെയ്യേണ്ട കാര്യങ്ങളാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, എങ്ങനെ നമ്മൾ അവരോട് പെരുമാറണമെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം പിതാവിനോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിക്കാം. പ്രഭാഷകൻ 3:3 പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അപ്പോൾ ഒരു ഷോർട്ട് കട്ട് നമുക്ക് കിട്ടി. അതായത് പിതാവിനെ സ്നേഹിച്ചും ബഹുമാനിച്ചും കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് പാപങ്ങൾക്ക് പ്രായശ്ചിത്തം കിട്ടുന്നു. പിതാവിനെ ബഹുമാനിക്കുക, പരിചരിക്കുക, അനുസരിക്കുക, ഇതൊക്കെ ദൈവം വലിയ നന്മയായി കാണുന്നു. അങ്ങനെ ആ വ്യക്തിയുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ സാധിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി അവരോട് നമ്മൾ പെരുമാറാൻ പഠിക്കണം. പ്രഭാഷകൻ 3:5 പറയുന്നു, പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും. മക്കൾ സന്തോഷിപ്പിക്കും എന്ന് മാത്രമല്ല, അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് തീർച്ചയായിട്ടും വാക്കുപാലിക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിൻ്റെ വാഗ്ദത്തമാണത്. എന്ന് വെച്ചാൽ 100 വയസ്സ് വരെ ജീവിക്കണമെന്നില്ല, പക്ഷേ ജീവിക്കുന്ന കാലം ആ വ്യക്തി സന്തുഷ്ടനായിരിക്കും. ഈ ഭൂമിയെ ക്ലേശങ്ങളുണ്ടാകും, അത് ഈശോ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് സഹിക്കുവാനുള്ള ശക്തിയും ദൈവം നമുക്ക് തരും. എഫേസോസ് 6:1-3 കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. നമുക്ക് ദൈവം നമ്മളെ സൃഷ്ടിച്ചെങ്കിലും നമുക്ക് വളർത്തു മാതാപിതാക്കളായി തന്നിരിക്കുന്നതാണ് അവർ. നമ്മൾ അവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും നമ്മൾ ദാസരെ പോലെ അവരെ കാണുകയും വേണം എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം നമുക്ക് അവരോട് എതിരിടാൻ പറ്റില്ല. പിന്നെ ഒരു പിതാവിനോട് നമ്മൾ എന്ത് തരത്തിലാണ് ദേഷ്യപ്പെടുക? അവരുടെ ബലഹീനതയിലോ അവരുടെ അറിവ് കുറവിലോ? ഇതൊന്നും ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. വചനങ്ങൾ നമുക്കൊന്നും കൂടി ചിന്തിക്കാം. പ്രഭാഷകൻ 3:8-9 പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. നമ്മൾ പഴയ നിയമത്തിൽ ഇത് കണ്ടിട്ടുണ്ട്. പിതാക്കന്മാരുടെ അനുഗ്രഹം വാങ്ങിക്കുന്ന കാര്യങ്ങൾ അത് വലിയൊരു ശക്തിയാണ്. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. മഹത്വം കാക്ഷിച്ച് പിതാവിനെ അപമാനിക്കരുത്.
പിതാവിൻ്റെ അപമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. ഈ ഉടനെയായിട്ട് നമുക്ക് കാണുന്നതാണ് വൃദ്ധസദനങ്ങൾ, അല്ലേ? പക്ഷേ കർത്താവ് ഇവിടെ മുൻകൂട്ടി അത് മനസ്സിലാക്കിയിരിക്കുന്നു. കർത്താവ് പറയുന്നു, മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക, മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. പിന്നെ കർത്താവ് പറയുന്നത് എന്തെന്നാ? അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. കാരണം എന്തുകൊണ്ടാണ്? ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒപ്പത്തിനൊപ്പം പേരൻസും നീങ്ങണമെന്ന്. പക്ഷെ അത് ഒക്കില്ല. കാരണം അവർ ജനിച്ചത് എത്രയോ കൊല്ലം മുമ്പാണ്. നമ്മൾ ജീവിക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ്? അപ്പോൾ അവർക്ക് നമ്മളെ അഡ്ജസ്റ്റ് ചെയ്യാനാണോ അതോ നമുക്ക് അവരെ അഡ്ജസ്റ്റ് ചെയ്യാനോ കൂടുതൽ എളുപ്പം? അത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ഒരിക്കലും അവരെ വേദനിപ്പിച്ചുകൊണ്ട്, അവരുടെ അറിവില്ലായ്മ പറഞ്ഞുകൊണ്ട്, അവർക്ക് പൈസയില്ല അല്ലെങ്കിൽ അവർക്ക് വേറെ തരത്തിൽ പെരുമാറാൻ അറിയില്ല, അങ്ങനെ പലതരത്തിലും പറഞ്ഞ് അവരെ വേദനിപ്പിക്കരുത്. അവരെ ഉയർത്തി കാണിക്കണം. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീട്ടുന്നതിന് അത് ഉപകരിക്കും. കർത്താവ് പിന്നെയും പറയാണ്, പാപങ്ങളുടെ കടം വീട്ടുന്നതിന് അത് ഉപകരിക്കും. എന്ത്? നമ്മൾ പേരൻസിനെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി കൊണ്ടു നടക്കുമ്പോൾ. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. കാരുണ്യം എവിടുന്ന് കിട്ടുന്നേ? ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന്. നമ്മൾ മാതാപിതാക്കളോട് കാരുണ്യം കാണിക്കുമ്പോൾ ദൈവം നമ്മളോട് തക്ക സമയത്ത് കാരുണ്യം കാണിച്ച് നമ്മളെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എണീപ്പിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽമഞ്ഞെന്ന പോലെ നിൻ്റെ പാപങ്ങൾ മാഞ്ഞു പോകും. പിതാവിൻ്റെ വാഗ്ദാനമാണ്. നമ്മുടെ പിതാവിൻ്റെ, സ്വർഗസ്ഥ പിതാവിൻ്റെ വാഗ്ദാനമാണ്. സൂര്യപ്രകാശത്തിൽ മൂടൽമഞ്ഞെന്ന പോലെ നിൻ്റെ പാപങ്ങൾ മാഞ്ഞു പോകും. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. പിതാവിനെ നമ്മൾ പുറത്താക്കിയാൽ, പിതാവിനെ വേദനിപ്പിച്ചാൽ അത് ദൈവദൂഷണത്തിന് തുല്യമാണ്. അതിൽ നിന്ന് നമുക്ക് മുക്തിയില്ല. ദൈവത്തിനെതിരായി എന്തു പറയുന്നോ അത് തന്നെ നമുക്ക് ശിക്ഷയായി കിട്ടും. ദൈവത്തിന് നമുക്കൊരിക്കലും എതിരിടാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് സ്വന്തം പിതാവിനോടും എതിരിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, നമ്മൾ പിതാവിനെ നമ്മൾ സ്നേഹിക്കണം. കൂടുതൽ സ്നേഹിച്ച് കരുണയോടുകൂടി കൊണ്ടു നടന്ന് വാർദ്ധക്യത്തിലെത്തിയാലും പരിചരിച്ച് നമ്മൾ അവരെ സന്തോഷിപ്പിച്ച് കൊണ്ടു നടക്കണമെന്നാണ്. നമ്മളും ഒരു നാൾ വയസ്സാകും. അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ അവരോട് കാണിക്കുന്ന സ്നേഹം, നന്ദി, ദയ എല്ലാം നമ്മുടെ മുൻ തലമുറയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇനി വരാനുള്ള തലമുറയിലേക്ക് കൈമാറും. അവർ നമ്മളെ സ്നേഹത്തോടു കൂടി കൊണ്ടു നടക്കും. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.